ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫെബ്രുവരി 7-ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന പൃഥ്വിരാജ് ചിത്രമാണ് നയൻ. ജേനസ് മുഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രം. കഥയിലും അവതരണത്തിലും വ്യത്യസ്തമായൊരു ചലച്ചിത്രമായിരിക്കും നയൻ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് എന്നറിഞ്ഞതു മുതൽ വലിയ കൗതുകത്തിലാണ് ഞാൻ. കാരണം സയൻസ് ഫിക്ഷൻ സിനിമകളോട് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. മാത്രവുമല്ല, മലയാളത്തിൽ സയൻസ് ഫിക്ഷൻ സിനിമകൾ ഇറങ്ങുന്നു എന്നതും കൗതുകം ജനിപ്പിക്കുന്ന ഘടകമാണ്. നയൻ ഒരു ഹൊറർ സിനിമ കൂടിയാണ്. യസ്രയെ പോലെയുള്ള ചിത്രങ്ങൾ വൻ വിജയമായതുകൊണ്ടുകൂടിയാകണം പൃഥ്വിരാജ് ഇത്തരം പരീക്ഷണങ്ങൾക്ക് തയ്യാറാകുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിധി നിർണായകമായ 9 ദിവസങ്ങളിലെ കഥയാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. സംഭവം എന്താണെന്നോ സംഗതി എന്തായിരിക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ പടം കാണേണ്ടി വരും. ആൽബർട്ട് ലൂയിസ് എന്ന നായക കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. സ്വന്തം മകന് നേരിടേണ്ടി വരുന്ന വളരെ സ്ട്രെയിഞ്ചായ ഒരു സംഭവത്തിലേക്ക് അത് പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അച്ഛനെയാണ് നയനിൽ നമ്മൾ കാണുന്നത്. പൃഥ്വിരാജിൻ്റെ തന്നെ ആദം ജോൺ എന്ന ചിത്രം ഓർമ്മയുണ്ടാകും. അതിൽ സ്വന്തം മകൾക്ക് വേണ്ടി സ്കോട്ട്ലൻഡിലെ മരം കോച്ചുന്ന തണുപ്പിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് രക്തം ചിന്തുന്ന അച്ഛനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സ്വന്തം മകനു വേണ്ടി ഇറങ്ങുന്ന അച്ഛൻ രക്തം ചിന്തുമോ എന്നൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണേണ്ടി വരും മനസ്സിലാക്കാൻ. പൃഥ്വിരാജിന് പുറമെ ഈ ചിത്രത്തിൽ പ്രകാശ് രാജ്, മമത മോഹൻദാസ്, വാമിക ഗബ്ബി, ടോണി ലൂക്ക് തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സാങ്കേതിക മികവിൻ്റെ കാര്യത്തിലും ഉന്നത നിലവാരം പുലർത്തുന്ന മലയാള സിനിമയായിരിക്കും നയൻ. മലയാളത്തിൽ ഇത് ആദ്യമായി റെഡ് ജെമിനി 5K ക്യാമറയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ കൂടിയാണ് നയൻ. അഭിനന്ദൻ രാമാനുജമാണ് ഈ ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രണവ് മോഹൻലാൽ നായകനായ 21-ാം നൂറ്റാണ്ടിൻ്റെ ഛായാഗ്രഹകനായിരുന്നു. അതുപോലെ തന്നെ മോഹൻലാലും തമിഴ് സൂപ്പർ താരം സൂര്യയും ഒന്നിച്ച കാപ്പാൻ എന്ന ചിത്രത്തിനും ഛായാഗ്രഹണം നിർവഹിച്ചു. ഷാൻ റഹ്മാനാണ് നയന് സംഗീതം പകർന്നിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം ശേഖർ മേനോൻ. പൃഥ്വിരാജിൻ്റെ സയൻസ് ഫിക്ഷൻ ഹൊറർ ത്രില്ലർ ചിത്രം നയൻ റിലീസാകാൻ ഇനി കഷ്ടിച്ച് 1 ദിവസം മാത്രമാണ് ബാക്കി. നല്ലൊരു പടമാവട്ടെ, തിയേറ്ററിൽ വലിയ കളക്ഷൻ ഈ സിനിമ നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.